തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളുടെ കണക്ക് വന്നപ്പോൾ സ്ത്രീ സ്ഥാനാർത്ഥികൾ വർദ്ധിച്ചിരിക്കുകയാണ്. വനിതാ സംവരണം മാത്രമല്ല ഇതിന് കാരണം. ആ കണക്കുകൾ വിശദമായി പരിശോധിക്കുകയാണ്. അക്ഷയ ചേരുന്നുണ്ട്. അക്ഷയ, എവിടെയാണ് ഈ സ്ത്രീ പ്രാതിനിധ്യം ഏറ്റവും കൂടുതലുള്ളത്? കണക്കുകൾ എങ്ങനെയാണ്? വർഷ, സ്ത്രീ പ്രാതിനിധ്യം ഏറ്റവും കൂടുതലുള്ളത് വനിതാ സ്ത്രീകൾ സ്ഥാനാർത്ഥികളായിട്ട് ഏറ്റവും കൂടുതലുള്ളത് കൊല്ലത്താണ്. അതിനു മുന്നേ നമുക്ക് മറ്റു ചില കണക്കുകളോട് പരിശോധിച്ചു പോകേണ്ടതുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തവണത്തേക്കാൾ ഇത്തവണ സ്ത്രീകൾക്ക് ഇടമുണ്ടെന്ന് വർഷ സൂചിപ്പിച്ചു കഴിഞ്ഞു. എല്ലാ ഇടങ്ങളിലും വനിതാ സ്ഥാനാർത്ഥികളുടെ പ്രാതിനിധ്യത്തിൽ വലിയ വർധന തന്നെ ഉണ്ടായിട്ടുണ്ട്. ആ കണക്കുകളാണ് നമ്മളിപ്പോൾ പരിശോധിക്കുന്നത്. അതിൽ 2020 സ്ത്രീ പ്രാതിനിധ്യം നോക്കുകയാണെങ്കിൽ 51.53% കണക്ക്. ഇത്തവണ 2025 വരുമ്പോൾ അത് 52.36% വർദ്ധിച്ചിട്ടുണ്ട്. ഈ കാര്യം എന്ന് നമ്മൾ പറയുന്നത് ഇത് 1712 വാർഡുകളാണ് ഇത്തവണ വന്നിട്ടുള്ളത്. അങ്ങനെ നോക്കുമ്പോൾ 242 പുരുഷ സ്ഥാനാർത്ഥികൾ കുറഞ്ഞതായി നമുക്ക് കാണാൻ പറ്റും. അതേസമയം 1038 വനിതാ സ്ഥാനാർത്ഥികൾ അവിടെ കൂടുകയും ചെയ്തു. ഇതിന് കാരണമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് വനിതാ സംവരണം മാത്രമല്ല, മറിച്ച് ജനറൽ സീറ്റുകളിലേക്കും സ്ത്രീകളെ മുന്നണികൾ പരിഗണിച്ചു തുടങ്ങി, അല്ലെങ്കിൽ ജനറൽ സീറ്റുകളിലേക്കും സ്ത്രീകൾ മത്സരിച്ചു തുടങ്ങി എന്നതാണ്. അതായത് ഇനി നിലവിലെ സ്ത്രീ പ്രാതിനിധ്യത്തിന്റെ ഒരു കണക്കുകൾ നോക്കുമ്പോൾ ഗ്രാമപഞ്ചായത്തിൽ സ്ത്രീ പ്രാതിനിധ്യമുള്ളത് 54.82%. ജില്ലാ പഞ്ചായത്തിൽ എത്തുമ്പോൾ അത് 52.26%. ബ്ലോക്ക് പഞ്ചായത്തിൽ അത് 54.37%, മുനിസിപ്പാലിറ്റിയിൽ 54.74%, കോർപ്പറേഷനിൽ 54.34%. ഇക്കാര്യം നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം, അത്യാവശ്യം തന്നെ 50% കൂടുതൽ വർധന സ്ത്രീകളുടെ സ്ത്രീ പ്രാതിനിധ്യത്തിലുണ്ട് എന്നുള്ളത്. ഇതിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വനിതാ സ്ഥാനാർത്ഥികളുടെ പ്രാതിനിധ്യത്തിൽ കൊല്ലം ജില്ലയാണ് ഒന്നാമതുള്ളത്. കൊല്ലത്ത് നിന്ന് മത്സരിക്കുന്ന വനിതകളുടെ ശരാശരി നോക്കുമ്പോൾ അത് 55.26%. നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു സംസ്ഥാനത്ത് മുഴുവനായി 52.36% എന്നുള്ളത്. ഇനി മറ്റൊരു ജില്ലകളിലെ കണക്കുകൾ പരിശോധിക്കുന്ന സമയത്ത് 9 ജില്ലകളിൽ, അതായത് 9 ജില്ലകളിൽ 50% മുകളിലാണ് സ്ത്രീകൾ മത്സരിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ പറ്റും. ഇനി കൊല്ലത്തെ സവിശേഷ സാഹചര്യം നമ്മൾ പരിശോധിക്കുമ്പോൾ 2020 പുരുഷ സ്ഥാനാർത്ഥികളാണ് കൊല്ലത്ത് കൂടുതൽ ഉണ്ടായിരുന്നത്. അന്ന് സ്ത്രീ സാന്നിധ്യം 46.88% ഇപ്പോൾ അത് 8.38% വർദ്ധിച്ചിരിക്കുകയാണ് എന്നുള്ളത് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഇനി ഈ തെരഞ്ഞെടുപ്പിലെ സ്ത്രീ സ്ഥാനാർത്ഥികളുടെ പ്രാതിനിധ്യം സൂചിപ്പിക്കുമ്പോൾ നമുക്ക് മറ്റൊരു കൗതുകം കൂടെ സൂചിപ്പിച്ചു പോകേണ്ടതുണ്ട്. അത് കുടുംബശ്രീയുടെ സാന്നിധ്യമാണ്. അതെ, കുടുംബശ്രീയാണ് സ്ത്രീ എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. അതായത് കോർപ്പറേഷനിലേക്ക് കുടുംബശ്രീയിൽ നിന്ന് മത്സരിക്കുന്നത് 25, നഗരസഭയിൽ 116, ജില്ലാ പഞ്ചായത്തിൽ 10, ബ്ലോക്ക് പഞ്ചായത്തിൽ 84, ഗ്രാമപഞ്ചായത്തിൽ 1414 എന്നിങ്ങനെയാണ്. അത്തരത്തിൽ സ്ത്രീകളുടെ സാന്നിധ്യം എന്ന് പറയുമ്പോൾ കുടുംബശ്രീയുടെയും സാന്നിധ്യം വളരെ തന്നെ എടുത്തു പറയേണ്ട ഒരു ഘടകമായിട്ട് ഇത്തവണ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ കാര്യത്തിൽ വരികയാണ്. ഇനി നമ്മൾ പ്രായത്തിന്റെ കണക്ക് പരിശോധിക്കുകയാണ്. അങ്ങനെ നോക്കുമ്പോഴും സ്ത്രീ പ്രാതിനിധ്യം വളരെ കൂടുതലാണ് എന്ന് തന്നെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അതായത് 25 വയസ്സിൽ താഴെ പ്രായമുള്ള 1183 സ്ഥാനാർത്ഥികളാണ് നിലവിൽ മത്സരിക്കുന്നത്. അതിൽ 917 പേരും സ്ത്രീകളാണ്. പുരുഷന്മാരെന്ന് പറയുന്നത് 266 പേരാണ് അതിനകത്ത് ഉള്ളത്. ഇനി 21 വയസ്സ് പ്രായമുള്ളവരുടെ കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ 149 പേരാണ് മത്സരിക്കുന്നത്. അതിലും 130 പേർ സ്ത്രീകളാണ്, 19 പേർ പുരുഷന്മാരും. ഇത്തരത്തിൽ സ്ത്രീ പ്രാതിനിധ്യം എന്ന് പറയുന്നത് വർദ്ധിച്ചു വരികയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അത് വർദ്ധിച്ചിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ കണക്കുകൾ പരിശോധിച്ചപ്പോൾ നമുക്ക് മനസ്സിലായി കഴിഞ്ഞു. വിശകലനങ്ങളാണ് അക്ഷയ നൽകിയത്. എന്തായാലും സ്ത്രീ പ്രാതിനിധ്യം കൂടുതൽ കൊല്ലം ജില്ലയിലാണ്.